നോ യുവർ കസ്റ്റമർ. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി. നോ യുവർ കസ്റ്റമർ. കസ്റ്റമറിനെ മനസ്സിലാക്കണം. അടുത്ത കുറച്ച് ആൾക്കാരുണ്ട്, മറ്റേ കാറ്റഗറിയിലും എല്ലാ കാറ്റഗറിയിലും ഉള്ളതാണ്. ഒന്നാമത്തെ ആ ഒരു കാറ്റഗറിയെ സരസന്മാർ എന്ന് വിളിക്കാം. സരസന്മാർ എന്താണ്? നമ്മളൊരു ബിസിനസ് പറയുവാൻ ചെല്ലുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ സ്വാഗതം ചെയ്യും. ബിനു സാറേ വന്നാട്ടെ, നമുക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം. എന്താ നിങ്ങളുടെ ടോട്ടൽ പ്രൊജക്റ്റ് എന്താണ്? ഇതേപോലെ നമ്മളെ വളരെ ആകർഷണീയമായിട്ട് വിളിച്ച ശേഷം നമ്മൾ പറയുന്ന പ്രൊജക്റ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായും ആ പ്രൊജക്റ്റിലേക്ക് വേണ്ട കാര്യങ്ങൾ, അതൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ അവർ തയ്യാറാകും, അല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ചെയ്യാൻ തയ്യാറാകും. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മൾ അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിനകത്ത് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിൽ ചെല്ലുമ്പോഴും സന്തോഷം, നമ്മൾ അവരുമായിട്ട് പിരിയുന്ന സമയത്ത് സന്തോഷം. സരസന്മാർ അവർ വളരെ നല്ല കസ്റ്റമേഴ്സാണ്. അത് കൂടുതലും അവർ റിച്ച് ആയിട്ടുള്ള കാറ്റഗറി ആയിരിക്കും. അവരെ നമുക്കൊരു പ്രീമിയം കാറ്റഗറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. രണ്ടാമത്തെ കൂട്ടരാണ് വിരസന്മാർ. വിരസന്മാരെന്ന് പറയുമ്പോഴേക്കും ചെല്ലുന്ന സമയത്ത് എന്താ ബിനു സാറേ, എന്താ വന്നത്, എന്തെങ്കിലും എമർജൻസി ആണോ? ഈ രീതിയിൽ ഒരു വോയിസ് മോഡുലേഷനൊക്കെ വളരെ നെഗറ്റീവായിട്ട് തോന്നുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെല്ലുന്ന സമയത്ത് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നല്ലതാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് കൺവീൻസ് ആകും. വീണ്ടും അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. വിരസന്മാർ. ചെല്ലുന്ന സമയത്ത് സരസന്മാരെ പോലെ തന്നെ ഇവർ പെർഫോം ചെയ്യും. എന്താ ബിനു സാറേ വന്നത് ഒക്കെ ചോദിക്കും. പക്ഷേങ്കിൽ പിന്നീട് നമ്മൾ പറയുന്ന പ്രൊജക്റ്റ് അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് റിസ്ക് ഉണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡൗട്ട് തോന്നിയാൽ പോലും അവർ വളരെ പെട്ടെന്ന് നെഗറ്റീവാകും. ചെല്ലുമ്പോൾ സന്തോഷമാണ്, പക്ഷെങ്കിൽ നമുക്ക് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കാറ്റഗറി വളരെ അപകടം പിടിച്ച കാറ്റഗറിയാണ്. അവരുമായിട്ട് ഡീൽ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വീണ്ടും അടുത്തൊരു കാറ്റഗറി ഉണ്ട്, വിരസന്മാർ. ചെല്ലുമ്പോഴെന്താണ്? വിരസതയോടുകൂടി എന്താ ബിനു സാറേ വന്നത്? അവരുടെ ടോൺ തന്നെ വ്യത്യാസമായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം തൊട്ടേ ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളവർക്ക് ഒബ്ജക്ഷൻ ഹാൻഡിൽ ഒരിക്കലും അല്ല, ഇവരൊരിക്കലും ഓപ്പൺ ചെയ്യില്ല. ഇവരുടെ മൈൻഡോ ഇവരുടെ ആ ഒരു ബിസിനസ് നമ്മൾ അവിടെ ചെല്ലാനുള്ള ഒരു സ്പേസും അവർ തരത്തില്ല. ജസ്റ്റ് അവർക്കൊന്നും കേൾക്കാൻ അടച്ചു വെച്ച ചെവിയുമായി, അടച്ചു വെച്ച ബ്രെയിനുമായിട്ട് അവർ നമ്മുടെ മുന്നിൽ ഇരിക്കും. അത് എത്ര നല്ല പ്രൊഡക്റ്റ് സർവീസ് ആയെന്ന് പറഞ്ഞാൽ പോലും അവരടച്ചു വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഈ 4 കാറ്റഗറിയെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.